അപ്പൊ ഒരു വളരെ യുക്തിഭദ്രമായ കാലോചിതമായ രൂപത്തിൽ ദീൻ എങ്ങനെ പറയണം എന്ന് പഠിപ്പിക്കുന്ന മശായിഖന്മാർ, അള്ളാഹുവിൽ നിന്ന് വിവരം ലഭിക്കുന്ന മഹാന്മാർ, അവരുടെ അനുവാദം അല്ലാണ്ട് അവനാന്റെ ഇഷ്ടപ്രകാരം ഓരോന്നുണ്ട് പറയാ. എന്നിട്ടോ അത് പ്രാക്ടിക്കലാകാൻ പറ്റാതെ കിടന്നിങ്ങനെ വരകുക. അതവിടെ സംഭവിച്ചത്. നിങ്ങൾ അങ്ങനെ വരകണ്ട ആൾക്കാരല്ലല്ലോ. നിങ്ങൾ എന്നെ പറയണതാരാ? നിങ്ങളിപ്പോ അങ്ങനെ വലിയ വലിയ ആൾക്കാരല്ലേ? നിങ്ങള് 40 ഔലിയാക്കളെ സ്ഥാനത്ത് നിൽക്കുന്ന അതിബ്ബാഉൽ ഖുലൂബുകളല്ലേ നിങ്ങള്? അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം അത് നിങ്ങൾ എന്നെ ജീവിതത്തിൽ പ്രാവർത്തികമായിട്ട് കാണിച്ചു തരണ്ടേ? അത് എന്താ നിങ്ങൾക്ക് പറ്റാത്തത്? അതല്ലേ നമ്മളെ ചോദ്യം. അതെന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല? ഒരു നിലപാടെടുത്താൽ അതിനൊരു നിലവാരം വേണ്ടേ? ആ നിലപാടിൽ ഉറച്ചു നിൽക്കണ്ടേ? അതാ ഞാൻ പറഞ്ഞത്. പറമ്പിൽ പീടിക എന്ന് പറഞ്ഞാണല്ലോ നമുക്ക് വല്ലാതെ പൊള്ളിയത്. അതല്ലേ നമ്മൾ പറഞ്ഞത്. തന്റെ ഇടത്തോടുകൂടി പറയാൻ കഴിയണം. തന്റെ ഇടം എന്ന് പറഞ്ഞാൽ എന്താ? തന്റെ ഇടം ഭദ്രമാക്കണം, സുഭദ്രമാക്കണം, ശക്തമാക്കണം, കൃത്യമായിരിക്കണം. അത് അവനാന്റെ ഇടം. നമ്മൾ ആരോടാ പറയുന്നത്? ആദ്യമായിട്ട് നമ്മൾ ഈ വിഷയമൊക്കെ ക്ലിയർ ചെയ്യേണ്ടത് എവിടെ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും. ആരോടാ? നാട്ടുകാരോടല്ല. അപ്പുറത്ത് ഏതെങ്കിലും ആളുകൾ റോട്ടുമ്മൽ ഇറങ്ങിയിട്ട് വ്യായാമം നടത്തുന്നതിന്റെ മതവിധി പറയാൻ ഞങ്ങൾ ഇറങ്ങിയത്? നിങ്ങൾ പറയണ മതവിധിയാണ് അല്ലേ? ഞങ്ങളൊരു കാര്യം പറഞ്ഞേക്കാം. മതവിധിയുടെ പേരിൽ മതവിധി അല്ലാത്തത് പറഞ്ഞാൽ ഞങ്ങൾ ഇടപെട്ടിരിക്കും. മതവിധിയായിരിക്കണം പറയേണ്ടത്. മതവിധിയായിരിക്കണം പറയേണ്ടത്. ഇനി ഞാൻ ചോദിക്കട്ടെ, മതവിധി കുറച്ച് ഞാൻ കണ്ട് ചോദിക്കാണ്ട് നിങ്ങൾക്ക്. ഇവിടെ മതത്തിന്റെ അടിസ്ഥാനപരമായ വിഷയങ്ങളുണ്ട് ഇവിടെ. അത് നിങ്ങൾക്ക് ആർക്കും കണ്ണിൽ പിടിച്ചിട്ടില്ല അല്ലേ? ഞങ്ങൾ വളരെ കൃത്യമായി ചോദിക്കുന്നു. പുറത്ത് അതിന് ഏതെങ്കിലും വ്യായാമ ടീം എന്തെങ്കിലും വ്യായാമം നടത്തി, ആ നടത്തിയ വിഷയത്തെ കുറിച്ചിട്ട് അതിന്റെ വിധി പറയാൻ ഇറങ്ങുക. അതിന്റെ വിധി പറയാൻ ഇറങ്ങണതിന്റെ മുമ്പേ നിങ്ങൾ അതിബ്ബാഉൽ ഖുലൂബല്ലേ? നിങ്ങൾ കാര്യപ്പെട്ട ആൾക്കാരല്ലേ? 40 മുശാവറ അംഗങ്ങൾ ഔലിയാക്കളെ സ്ഥാനത്ത് നിൽക്കുന്നവരല്ലേ? നിങ്ങൾ മാതൃകയാകേണ്ടവരല്ലേ? അപ്പൊ നിങ്ങളെ പറയുമ്പോ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങളെ പ്രവർത്തിപഥത്തിൽ അത് കൊണ്ടുവന്ന് ആ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? നിങ്ങളെ വാദപ്രകാരം ഞങ്ങളെ ചോദ്യം. ഇത് നിങ്ങളെ സംഭവങ്ങൾ ഒലക്ക വിഴുങ്ങിയിട്ട് ചുക്കുവെള്ളം കുടിച്ചാൽ ദഹിക്കൂല കൂട്ടരെ, ദഹിക്കൂലത്. ഇത് കുറച്ച് ഇടങ്ങറാവും. ഇപ്പൊ നിങ്ങൾക്ക് സമൂഹത്തിൽ നിങ്ങൾ സ്വയം പരിഹാസ്യരായില്ലേ? നിങ്ങളെ പിച്ചി ചീന്തുന്നുണ്ടല്ലേ? നിങ്ങളെ ജനങ്ങൾ തെരുവിലിട്ടുകൊണ്ട് ചോദ്യം ചെയ്യുന്നുണ്ടല്ലേ? ഇവിടെ തന്തി ചർച്ചയിൽ നിങ്ങളുടെ ഈ കഥയില്ലാത്ത നിലപാടുകളെ കുറിച്ച് ചോദ്യം ചെയ്യുന്നുണ്ടല്ലേ? അതിൽ അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് പരിഭവിച്ചിട്ട് കാര്യമല്ല, ഞങ്ങളെ കുതിര കയറിയിട്ട് കാര്യമല്ല. ഞങ്ങള് പറഞ്ഞ പ്രസംഗം ഒരു ചാനൽ എടുത്തിട്ടാണ്ട് കൊടുക്കുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് ബര മാനവികത അങ്ങനെ പൂത്തുലയല്ലേ? ആ ചാനലിനെതിരെ പൊങ്കാല. അതപ്പതിച്ചു പോയല്ലേ ടീമുകളങ്ങള്. എന്താ നിങ്ങളെ അസഹിഷ്ണുതയുടെ ആഴം? എന്താ നിങ്ങളെ മാനവികത? എന്താ നിങ്ങളെ മനുഷ്യത്വം? എന്താ നിങ്ങളെ സൗഹൃദം? പാലും തേനും ഒഴുകുക. ഇത്രമാത്രം തരം താഴ്ന്ന ആദർശ പാപ്പരത്വം നിങ്ങളെ മുച്ചൂടും കൂടിയില്ലേ, മുടിയില്ലേ? എന്താ നിങ്ങൾക്ക് മിണ്ടാൻ പറ്റാത്തത്? അപ്പൊ ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്നു. ആരോട് ആദ്യം പറയേണ്ടത്? ഖൂ അൻഫുസകും, സ്വന്തത്തോട് പറയണം. ഈ കൂടി ചേരലും ഈ കളിയും കാര്യങ്ങളൊക്കെ അന്യ സ്ത്രീ പുരുഷ സങ്കലനം, സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ കൂടിച്ചേരൽ, ഇടകലരൽ, അത് നിഷിദ്ധമാണ്. നിങ്ങൾ മതവിധിയാണല്ലോ, നിങ്ങളെ ഭാഷയിലാ പറയണത്. അങ്ങനെ നിങ്ങളൊരു നിലപാടെടുക്കുമ്പോ ആ നിലപാടിൽ നിങ്ങൾ ഉറച്ചിക്കണ്ടേ? ഇവിടെ പലരും ചോദിക്കുക, എന്താ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അത് പറഞ്ഞപ്പോ ഇവിടെ മുജാഹിദുകൾ പിന്തുണച്ചില്ലേ, മറ്റവർ പിന്തുണച്ചില്ലേ? പിന്തുണക്കണല്ലോ. കാരണം നിലപാടില്ലാത്ത ടീമുകളൊക്കെ ആ രൂപത്തിൽ തന്നെ ആണല്ലോ. നിങ്ങൾക്ക് യോജിച്ചാലേ നിങ്ങളിൽ കൂടാൻ പറ്റുള്ളൂ. അപ്പൊ ആര് പറഞ്ഞോട്ടോ ഇവിടെ? ആര് പറഞ്ഞാലും ശരി,
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതിൽ കൃത്യമായ ഞങ്ങളുടെ ചോദ്യത്തിന്റെ മർമ്മം എവിടെയെന്നറിയോ നിങ്ങള്? ഇങ്ങനെ ഈ അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നുകൊണ്ടുള്ള വിഷയത്തിൽ നിങ്ങളൊരു നിലപാട് പറയുമ്പോ ആ നിലപാട് നിങ്ങൾ ഉറച്ചു നിൽക്കണ്ടേ? ആദ്യം നിങ്ങളെ വീട് വൃത്തിയാക്കണ്ടേ? അതാ ഞങ്ങളെ ചോദ്യം. നിങ്ങൾ ചെയ്തിക്കണോ? ഈ പറയുന്ന ഈ പ്രസ്താവന ഇറക്കിയ AP വിഭാഗം സമസ്തയുടെ ആസ്ഥാന മന്ദിരമല്ലേ കോഴിക്കോട് മർക്കസ് സഖാഫത്തി സുന്നിയ കാരന്തൂർ മർക്കസ്? ആ മർക്കസിന്റെ ക്യാമ്പസിൽ വെച്ച്, ഏത് മർക്കസ്? ശരിയത്ത് കോളേജിൽ നിന്ന് ഓരോ വർഷവും സഖാഫിമാരെ ഇറക്കി വിടുന്ന മർക്കസ് അല്ലേ? ആ മർക്കസിൽ ഇങ്ങള് പറയുന്ന പ്രകാരമുള്ള ശരിയത്ത്, നിങ്ങൾ പറയുന്ന നിങ്ങളെ വാദപ്രകാരമുള്ള മതവിധി, അങ്ങനത്തെ ഒരു നിലപാട് നിങ്ങൾ പറയുമ്പോ ആ നിലപാട് അവിടെയെങ്കിലും പ്രകടാകണ്ടേ? എന്താ അവിടെ സംഭവിച്ചത്? എന്നിട്ടിപ്പോ കുറ്റ്യാടിന്ന് പ്രസ്താവന ഇറക്കുക നിഴൽവാദി. എന്ത്? ഇസ്ലാമിക നിയമം പറയുന്നവരെ ഭീഷണിപ്പെടുത്താൻ ഇവിടെ ആരും വളർന്നിട്ടില്ല, ആരെയും വളരാൻ അനുവദിക്കുകയുമില്ല. എന്താ ഊക്ക്? പൊന്നാര ചെങ്ങാതി, ആദ്യം അവനാന്റെ ഇടം ശരിയാക്ക്, എന്നിട്ട് പോരെ. ആ മർക്കസിന്റെ ക്യാമ്പസിൽ അന്യ പെണ്ണും അന്യ ആണും തമ്മിൽ കണ്ടൂന്ന് മാത്രല്ല, ദർശനം മാത്രമല്ല, പര സ്ത്രീ പുരുഷ ദർശനം മാത്രല്ല, ദർശനവും അതുപോലെ സ്പർശനവും അവിടെ നടന്നു അല്ലേ? ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. ലോ കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയുടെ വയസ്സത്രേ? ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക ഒരു അന്യ പുരുഷന്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ തൊട്ടവൻ ആര്, തൊടപ്പെട്ടവൾ ആര്, ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തവൻ ആര്, കൊടുക്കപ്പെട്ടവൾ ആര്, ഞങ്ങൾക്ക് ചർച്ചയില്ല. ഞങ്ങളെ വിഷയം നിങ്ങൾ പറയുന്ന ഈ നിലപാടനുസരിച്ച് അത് തെറ്റല്ലേ? നിങ്ങളെ നിലപാടനുസരിച്ച് തെറ്റല്ലേ? അപ്പൊ അതെന്തേ നിങ്ങളെ സ്ഥാപനത്തിൽ പറ്റുമോ? അത് നടത്തിന്ന് മാത്രല്ല, അത് മാലോകരുടെ മുമ്പിൽ ഞങ്ങൾ പറഞ്ഞു ഇവര് ഇരട്ടത്താപ്പിന്റെ ആളുകളാണ്. ഇവര് പറയുന്നു ഇങ്ങനെ ചെയ്യാൻ പാടില്ല, തെറ്റാണ് എന്ന് ഇവര് പറയുമ്പോൾ തന്നെ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ ചെയ്ത ഈ നിലപാടില്ലാത്ത വിഷയത്തെ കുറിച്ച് ഞങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞപ്പോ അതിനെ മാന്യമായ രൂപത്തിൽ അതിനോട് പ്രതികരിക്കാൻ നിങ്ങളെ കയ്യിൽ ഒരു ചുക്കും ചുണ്ണാമ്പുമില്ലാതെ വന്നപ്പോ, നിങ്ങൾ നിരായുധരായപ്പോ നിങ്ങൾ ചെയ്ത അവസാന തടവായിരുന്നു ഞങ്ങളുടെ ഉസ്താദുമാർക്കെതിരെ കേസ് കൊടുക്കുക. അറിയണം, മാലോകർ അറിയണം, ഇത് മലയാളികൾ മനസ്സിലാക്കണം. ഈ നിലപാട് പറയും, അതുപോലെ തന്നെ ഇസ്ലാമിക നയം പറയുന്നവരെ ഭീഷണിപ്പെടുത്താൻ ഇവിടെ ആരും വളർന്നിട്ടില്ല, ആരെയും വളരാൻ അനുവദിക്കുകയില്ല എന്നൊക്കെ പ്രസംഗിക്കുന്നവർ സ്വന്തം സ്ഥാപനത്തിൽ നിങ്ങളെ മുസാവറയുടെ ആസ്ഥാന മന്ദിരമായ മർക്കസിന്റെ ക്യാമ്പസിൽ വെച്ച് ഒരു അന്യ പെണ്ണിന് അന്യ പുരുഷൻ കൈകൊടുത്ത് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തത് നിങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങളെ നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നില്ല എന്ന് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞപ്പോ നിങ്ങൾ നേരെ പോയിട്ട് കേസ് കൊടുക്കേ ഹസനി ഉസ്താദിനെതിരെ കേസ് കൊടുത്തില്ലേ? എന്നിട്ട് ആ കേസ് നടത്താൻ വേണ്ടി പാവപ്പെട്ട ഈ സമുദായത്തിന്റെ നാണയത്തുട്ടുകൾ അനാഥ സംരക്ഷണത്തിന്റെ പേര് പറഞ്ഞ് അവരിൽ നിന്ന് പെറുക്കിക്കൂട്ടിയ ലക്ഷങ്ങൾ വെച്ചിട്ട് ഓരോ സിറ്റിംഗിലും ആ കേസ് നടത്താൻ വേണ്ടി 1 ലക്ഷവും 1.5 ലക്ഷവും ഫീസ് കൊടുത്തിട്ട് അഡ്വക്കറ്റിനെ വെച്ച് വാദിച്ചുകൊണ്ടിരിക്കുന്ന വർഗവഞ്ചകരെ, ഇരട്ടത്താപ്പുകാരെ, ഇരുമുഖമുള്ളവരെ, നിലപാടില്ലാത്തവരെ നിങ്ങളാണോ പത്രക്കാരെ മുമ്പിൽ, മീഡിയകളുടെ മുമ്പിൽ നിലപാട് പറയുന്നത്? ഇതിനെക്കുറിച്ച് എന്തു പറയാൻ? മറുപടി കിട്ടണം ഞങ്ങൾക്ക്. ഞങ്ങളെ മർമ്മം അവിടെ പോരാ. അതിനുശേഷം നോളേജ് സിറ്റിയിൽ നിങ്ങൾ നടത്തിയില്ലേ അത്? അപ്പൊ പറയാ നോളേജ് സിറ്റിയിൽ 1 ആണോ 2 ആണോ 3 തവണയാണോ, എത്ര തവണ ആവർത്തിച്ചു? അത് നടത്തിയതിന് ഞങ്ങളെ ഉസ്താദ് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ 40 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള എല്ലാ ആണും പെണ്ണും മദാമമാരും ഒക്കെ കൂടി ഇങ്ങോട്ട് കടന്നു വന്നിട്ട് എന്താ കുശാലം? ഇതൊരു യാദൃശ്ചികമായിട്ട്
മറ്റാള് പറഞ്ഞല്ലോ എന്തെന്ന് ഇങ്ങനെ ഉത്തരേന്ത്യ എന്നൊരു തെബിലിയ അങ്ങോട്ട് വന്നു അണ്ണെന്ന് പറഞ്ഞു അങ്ങോട്ട് കയറി അപ്പോ മീറ്റിംഗിൽ വെച്ചാണ് സംസാരിച്ചു അപ്പൊ ഒരു മാലണ്ട് ഇട്ടുകൊടുത്തു. എന്താ ന്യായീകരണത്തിന്റെ ഊക്ക്? ഇത് അതേമാതിരി അല്ലല്ലോ 40 അതെന്നെ അബദ്ധം. ഇത് 40 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ട് ഇങ്ങൾ നടത്തിയ സമ്മേളനല്ലേ, ഉച്ചകോടിയല്ലേ? ഉച്ചകോടി വൈകുന്നേരം നടന്നിട്ടുണ്ടല്ലോ അല്ലേ? ആ നടത്തിയതിൽ ഞങ്ങൾ ചോദിക്കുന്നു, അതിന് ക്ഷമാപണം നടത്തിയെന്ന്, അതിന് തൗബ ചെയ്തു. ഇത് യാദൃശ്ചികമായിട്ടാണ് സംഭവിച്ചതാ. ഇത് നിങ്ങൾ പ്ലാൻ ചെയ്ത് കരുതി കുട്ടിയൊപ്പിച്ച പണിയല്ലേ? എന്നിട്ടാണും പെണ്ണും ചക്കരിയും തേങ്ങയും പോലെ കൂടിക്കലർന്ന് എല്ലാ കുശാലായിട്ടാണ് നടത്തി. എന്നിട്ട് അതിൽ വഴലും പറയാ. എന്നിട്ടോ ആളുകൾ ഇത് പുറത്തു വന്നു, ചാനലുകളിലൂടെ പുറത്തു വന്നപ്പോ സമസ്ത പ്രസിഡന്റിന്റെ പ്രഖ്യാപനം, ഇത് ശരിയല്ല, അതിനെതിരെ നടപടി സ്വീകരിക്കും. ഒരു നടപടികളെ കൊണ്ട് സ്വീകരിക്കാൻ പറ്റൂല. അതിന് മാത്രം ഊക്കുള്ളവരൊന്നും നിലപാടുള്ളവരൊന്നും ആ കൂട്ടത്തിലില്ല. കാരണം പണത്തിന്റെ മേലെ പരുന്തും പറക്കുമോ? ഇല്ല. ഒക്കെ ബിസിനസ്മാൻ കൈകാര്യം ചെയ്യുമല്ലോ, ഒന്നാണ്ട് കണ്ണൂർത്തിയാ മതിയല്ലോ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ വളരെ കൃത്യമായി ചോദിക്കുന്നു, അത് ഒന്നല്ല അതിന്റെ ശേഷം തുടർന്നില്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, എല്ലാ മാസവും നിങ്ങൾ പറയുന്ന നിങ്ങളെ നിലപാട് പ്രകാരം മുട്ടിപ്പടിയിലെ സ്വലാത്ത് നഗറിൽ ആണും പെണ്ണും കൂടി കലരുന്നില്ലേ? എല്ലാവരും നടാന്നും പറഞ്ഞിട്ട് വരുന്നില്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട പോരിശയാക്കപ്പെട്ട രാവല്ലേ റമദാൻ 27-ാം രാവ്. ആ രാവിൽ ആണും പെണ്ണും കൂടി കലരുന്നില്ലേ? ഓരോ യൂണിറ്റിന്നും അവനാന്റെ പെങ്ങളും ഉമ്മയും ഭാര്യയും മകനും മാത്രമായിട്ടാ വരില്ലേ? ഒരു വണ്ടിയിൽ എത്ര ആളുകളാ വരല്? ഓരോ യൂണിറ്റിന്നും ബസ്സും പിടിച്ചിട്ട് കൂടിക്കലരില്ലേ? അത് ഇസ്ലാമിക വേഷം ധരിച്ചിട്ടേ വരാകൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടിക്കലരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മറ്റേ ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസിന്റെ മാതിരിയാ, പുറത്തിങ്ങനെ ഉടക്കുക, പോയിക്കോട്ടെ അങ്ങനൊക്കെ പറയും. നമ്പങ്ങൾ വന്നോളെ, അപ്പരിപാടി നടക്കൂല. അപ്പങ്ങൾ നിർബാധം തുടരുകയല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സമസ്ത കേരള സുന്നി യുവജന സംഘം SYS അല്ലേ, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ പ്രസിഡന്റ് പദവിയിലിരുന്ന SYS, EK അസം മുസ്ലിയാർ പ്രസിഡന്റായ SYS, ആ SYSന്റെ സമ്മേളനം നടന്നു തൃശ്ശൂരിൽ വെച്ച്. പ്ലാറ്റിനം ഇയർ ഞങ്ങളതിലുള്ള സമയത്ത് 60-ാം വാർഷികം വരെ ഞങ്ങളതിലുണ്ട്. അന്നൊന്നുമില്ലാത്തൊരു തോന്നിവാസങ്ങൾ നടത്തിയില്ലേ? എന്റെ നാടായ തൃശ്ശൂർ ജില്ലയിൽ ആമ്പല്ലൂരിൽ വെച്ച് നിങ്ങൾ 27, 28, 29 തീയതികളിൽ സമ്മേളനം നടത്തി. പിന്നീട് ഇന്റർനാഷണൽ ബിസിനസ്മാന്റെ പ്രത്യേകമായ ക്ഷണം വരുന്നു. എന്താ വരുന്ന ക്ഷണം? അനൗൺസ്മെന്റ് വരികയാ. വന്ന അനൗൺസ്മെന്റ് എന്താ? 26-ാം തീയതി നമ്മൾ ഒരു ആത്മീയ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി കൊണ്ടുവരണം. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരണം. ചോദിക്കട്ടെ, സുന്നികളുടെ സമ്മേളനത്തിൽ, അഹ്ലുസുന്നയുടെ സമ്മേളനത്തിൽ, SYSന്റെ സമ്മേളനത്തിൽ നാളിതുവരെയായി ഈ പ്രവണതയുണ്ടോ? അപ്പൊ അവിടെ നിങ്ങൾക്ക് കൂടിക്കലരാ. അത് ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് വേറെ ആണുങ്ങൾക്ക് വേറെ. ചോദിക്കട്ടോ, എങ്ങനെ നിങ്ങൾ ബസ് വിളിച്ചിട്ട് വരല്? ആ ബസ്സില് മഹറമായ ആളുകൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. അപ്പൊ അവിടെ കൂടിക്കലരിന് പറ്റുമോ? മറുപടി പറയണം. നിങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ മതനിയമം പറയാനും പറഞ്ഞിട്ട് ഞെളിഞ്ഞിരുന്നിട്ട് ചാനലുകളിൽ ആളായാ പോരാ. മറുപടി കിട്ടണം ഇതിന്. ഇങ്ങക്ക് ഇതൊക്കെ പറ്റും അല്ലേ? നിങ്ങൾ നിർബാധം തുടരുകയല്ലേ? എപ്പോഴും തുടരല്ലേ? ഇപ്പോഴും എല്ലാ മാസവും മഅദിനിലേക്ക് വരികയല്ലേ? ഇതിപ്പോ തന്നെ മിറാജ് സംഗമം വരാൻ പോവാ. ആശൂറാ താസുആന്റെ സംഗമം കഴിഞ്ഞു. ബദരീങ്ങളാണ്ടിന് പ്രത്യേകമായ പിരിവ്. ഒക്കെ വേണം നമുക്കും പണം. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും വേണം പണം. അതല്ലേ നിങ്ങക്ക്? അപ്പങ്ങളെ നിലപാടെവിടെ? നിങ്ങളെ മതനിയമം എവിടെ? ഇത് ഞങ്ങളെ ന്യായമായ ചോദ്യല്ലേ? അതിന് എല്ലാവരും ഞങ്ങളെ ഉസ്താദിനെ പിന്തുണച്ചു. സ്വന്തം ശിഷ്യൻ മാത്രം പ്രതികൂലമായി പ്രതികരിച്ചു. എടോ, ഞങ്ങൾക്കിവിടെ അള്ളാഹുവിന്റെ ദീനിനെതിരെ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടിരിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അൽ ഹഖ്ഖു അഹഖ്ഖു അൻ യുത്തബഅ. അപ്പുറത്താര്? ഇവിടെ നോട്ടമില്ല.
സത്യം സത്യമായി പറയണം. ഹഖിനാണ് ഇവിടെ പ്രാധാന്യം, ഹഖിനാണ് പ്രാമുഖ്യം. അതല്ലേ ഇവിടെ അഹ്ലുസുന്നയുടെ ഉലമാ പഠിപ്പിച്ചത്? അറിയാമല്ലോ സുഹൃത്തുക്കളെ. അതുകൊണ്ട് അപ്പുറത്തുള്ളത് ഉസ്താദാണോ മറ്റോരാണോ നോട്ടല്ലവിടെ. കൃത്യമായി ഞങ്ങൾ ചോദിക്കുന്നു. പറയുന്നത്